ഹായ് എവരിവൺ, AVS സിവിൽ സർവീസ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലായ പ്രിയ സിവിൽ സ്റ്റഡി സർക്കിളിലേക്ക് സ്വാഗതം. നമ്മൾ UPSC കഴിഞ്ഞ 10 വർഷത്തെ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും എല്ലാ വിഷയങ്ങളുടേതും ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ സീരീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ എക്കണോമിക്സിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ 2018 വരെയുള്ളത് ഡിസ്കസ് ചെയ്തു. 2018 കംപ്ലീറ്റ് ആയില്ല. അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട്, 2018 ഒരു സെക്കൻഡ് പാർട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ആദ്യമായിട്ട് വീഡിയോ നമ്മുടെ ക്ലാസ് കൂടുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത് പാരലായിട്ട് അക്കാഡമിയിൽ നിന്ന് ക്ലാസ്സുകൾ ഫുൾ സിലബസ് കവർ ചെയ്തുകൊണ്ട് UPSCക്കും KS-നും വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ താല്പര്യമുള്ളവർ അക്കാഡമിയിൽ വിളിച്ചാൽ കൂടുതൽ ഡീറ്റെയിൽസ് അവർ അതിനെക്കുറിച്ച് പറഞ്ഞുതരും. ഓക്കെ, അപ്പം നമ്മൾ 2018 10 ക്വസ്റ്റ്യൻസ്, ഏകദേശം ഒരു 19 ക്വസ്റ്റ്യൻസോളം ചോദിച്ചിട്ടുണ്ട് എക്കോണമിയിൽ നിന്ന് തന്നെ. അപ്പോൾ അതിലൊരു 10 ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇന്ന് പാർട്ട് 2 ആയിട്ട് നമ്മൾ ബാക്കി ഒരു 9 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. റൈറ്റ്, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയെടുത്തുന്ന 11ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻക്രീസ് ഇൻ അബ്സൊല്യൂട്ട് ആൻഡ് പെർ ക്യാപിറ്റ റിയൽ GNP ഡു നോട്ട് കൊന്നോട്ട് എ ഹയർ ലെവൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് ഇഫ്. അതായത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, നമുക്ക് അബ്സൊല്യൂട്ട് ആൻഡ് പെർ ക്യാപിറ്റ റിയൽ GNPയിൽ ഇൻക്രീസ് ഉണ്ടായാൽ പോലും, അതായത് പെർ ക്യാപിറ്റ GNP അതിലൊരു ഇൻക്രീസ് ഉണ്ടായാൽ പോലും അത് എക്കണോമിക് ഡെവലപ്മെന്റിലേക്ക് നയിക്കണമെന്ന് നിർബന്ധമില്ല എങ്ങനെയാണെങ്കിൽ എന്നാണ് ചോദ്യം. എക്കണോമിക് ഡെവലപ്മെന്റിലേക്ക് സാധാരണ പെർ ക്യാപിറ്റ GNP കൂടിക്കഴിഞ്ഞാൽ അത് എക്കണോമിക് ഡെവലപ്മെന്റിലേക്ക് നയിക്കും. അങ്ങനെയാണ്, അതായത് വെൽത്ത് കൂടുന്നതനുസരിച്ച് ഡെവലപ്മെന്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അത് അങ്ങനെയല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാം എന്നാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അത് ഏതൊക്കെയാണ് ആ സാഹചര്യം എന്നാണ് എന്താണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞ ചോദ്യത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അതായത് പെർ ക്യാപിറ്റ GNP കൂടിക്കഴിഞ്ഞാൽ എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല എങ്ങനെയാണെങ്കിൽ എന്നാണ് ചോദ്യം. ഓക്കെ, ഓപ്ഷൻ എ, ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് ഫെയിൽസ് ടു കീപ് പേസ് വിത്ത് അഗ്രികൾച്ചറൽ ഔട്ട്പുട്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അഗ്രികൾച്ചറൽ ഔട്ട്പുട്ട് ആണ് കൂടുതൽ, അതിനോട് ഒത്തൊരു ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് ഉണ്ടാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ പെർ ക്യാപിറ്റ GNP കൂടിയാൽ പോലും അത് എക്കണോമിക് ഡെവലപ്മെന്റിലേക്ക് നയിക്കണമെന്ന് നിർബന്ധമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കുമോ? ഇല്ല. അതൊരു അഗ്രികൾച്ചറൽ ഔട്ട്പുട്ട് കൂടുതലാണെങ്കിൽ അതൊരു അഗ്രികൾച്ചറൽ എക്കോണമി ആയിരിക്കും എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അവിടെ എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാവില്ല എന്ന് നമുക്ക് തീർത്ത് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ തെറ്റാണ്. രണ്ടാമത്തേത് ഓപ്ഷൻ ബി, അഗ്രികൾച്ചറൽ ഔട്ട്പുട്ട് ഫെയിൽസ് ടു കീപ് പേസ് വിത്ത് ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട്. ഇത് നേരെ തിരിച്ചു പറഞ്ഞിരിക്കുകയാണ്. അഗ്രികൾച്ചറൽ ഔട്ട്പുട്ട് ആണ് ഇവിടെ കുറവ്, ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് കൂടുതൽ, അതിനോടത്തൊരു അഗ്രികൾച്ചറൽ ഔട്ട്പുട്ട് ഉണ്ടാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ പെർ ക്യാപിറ്റ GNP കൂടിയാലും അത് എക്കണോമിക് ഡെവലപ്മെന്റിലേക്ക് നയിക്കത്തില്ല എന്നാണ് ഓപ്ഷൻ ബി പറയുന്നത്. അത് ശരിയാണോ? അതും ശരിയല്ല. ഈ ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാൻ അപ്ലൈ ചെയ്ത അതേ ലോജിക്ക് തന്നെ ഇവിടെയും പറ്റും. എന്താണ്, ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് കൂടുതലാണെങ്കിൽ അതൊരു ഇൻഡസ്ട്രിയൽ എക്കോണമി ആയിരിക്കും എന്നേ പറയാൻ പറ്റുള്ളൂ. അവിടെ ഡെവലപ്മെന്റ് ഉണ്ടാവില്ല എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. ഓപ്ഷൻ സി, പോവർട്ടി ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ഇൻക്രീസ്. ഇത് ശരിയാണ്. എങ്ങനെയാണ് അത് ശരിയാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്? പെർ ക്യാപിറ്റ GNP കൂടുക എന്ന് പറഞ്ഞാൽ അതൊരു തരം എക്കണോമിക് ഗ്രോത്ത് എന്ന് മാത്രമേ നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഇതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എടുത്തു കൊടുക്കുന്നതാണ്. എക്കണോമിക് ഗ്രോത്ത്, ഡെവലപ്മെന്റ്, അതിന്റെ ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പം എക്കണോമിക് ഡെവലപ്മെന്റിന്റെ 2 ഇൻഡിക്കേറ്റേഴ്സ് ആണ് എന്ത് പറയുന്നത്, ഈ പോവർട്ടിയും അൺഎംപ്ലോയ്മെന്റും എന്ന് പറയുന്നത്. ഓക്കെ, പോവർട്ടിയും അൺഎംപ്ലോയ്മെന്റും അതുപോലെയുള്ള മറ്റ് എക്കണോമിക് ഡെവലപ്മെന്റിന്റെ ഇൻഡിക്കേറ്റേഴ്സ്, അതായത് ഇപ്പം എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ലിറ്ററസി അല്ലെങ്കിൽ ഹെൽത്ത് സെക്ടറിലേത്, അങ്ങനെയുള്ള ഡെവലപ്മെന്റിന്റെ ഇൻഡിക്കേറ്റേഴ്സ് ഇംപ്രൂവ് ചെയ്താൽ മാത്രമേ എന്താണ് എക്കണോമിക് ഡെവലപ്മെന്റ് കൂടി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? പോവർട്ടിയും അൺഎംപ്ലോയ്മെന്റും കൂടി, അതായത് ഡെവലപ്മെന്റ് നടന്നിട്ടില്ല. എങ്ങനെയാണ് ഈ പെർ ക്യാപിറ്റ GNP കൂടിയാലും എക്കണോമിക് ഡെവലപ്മെന്റ് കൂടാതിരിക്കാനായിട്ട് പറ്റുന്നത്? അതായത് ഈ പോവർട്ടിയും അൺഎംപ്ലോയ്മെന്റും കൂടും. അതിനുള്ള കാരണം ഈ പെർ ക്യാപിറ്റ GNP കൂടുന്നു അഥവാ വെൽത്ത് കൂടുന്നത് കോൺസെൻട്രേറ്റഡ് ആയിട്ടാണ്, അതായത് സ്ക്യൂഡ് ആയിട്ടാണ്. ചില ആളുകളുടെ കയ്യിലേക്ക് മാത്രം ഈ വെൽത്ത്
എന്താണ് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുന്നു. ഓക്കെ, അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്നു? ഇനീക്വാളിറ്റി ഉണ്ടാവുന്നു. റൈറ്റ്. അപ്പോൾ എന്ത് സംഭവിക്കും? ചില ആളുകൾ കൂടുതൽ റിച്ച് ആവുന്നു, ബാക്കിയുള്ള ആളുകളുടെ ഇടയിൽ പോവർട്ടി ഉണ്ടാവുന്നു, അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവുന്നു, ഈവൻ ദോ അവിടെ പെർ ക്യാപിറ്റ GNP കൂടുന്നുണ്ടെങ്കിൽ പോലും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടായി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. കാരണം എന്താ? ചില ആളുകൾ കൂടുതൽ റിച്ച് ആവുന്നു, ബാക്കിയുള്ള ആളുകൾ പുവർ ആവുന്നു, അൺഎംപ്ലോയിഡ് ആവുന്നു. ഓക്കെ, അപ്പോൾ ഈ ഓപ്ഷൻ ശരിയാണ്. ഇങ്ങനെയാണെങ്കിൽ എന്താണ് എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടായി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഇനി ഓപ്ഷൻ ഡി, അതെന്തുകൊണ്ടാണ് തെറ്റാവുന്നത് നോക്കാം. ഇമ്പോർട്ട്സ് ഗ്രോ ഫാസ്റ്റർ ദാൻ എക്സ്പോർട്സ്. അതുകൊണ്ട് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നില്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഇവിടെ ഒരു ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടാവുന്നു എന്ന് മാത്രമേ പറയുമ്പോൾ ഉള്ളൂ. ഓക്കെ, എക്കോണമി എന്ന ഒരു സെൽഫ് സസ്റ്റൈൻഡ് ആയിട്ടുള്ള എക്കോണമി ആണെങ്കിൽ അവിടെ ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടായാൽ പോലും എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നതിന് തടസ്സമില്ല. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ട് എന്താണ് കൂടി എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അവിടെ എക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടായി എന്ന് പറയുന്ന ഓപ്ഷൻ ഡിയും തെറ്റാണ്. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി 12th one, India enacted the Geographical Indication of Goods Registration and Production Act 1999 in order to comply with the obligation to, അതായത് ചോദ്യത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മൾ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് ഓഫ് ഗുഡ്സ് രജിസ്ട്രേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ആക്ട് 1999 എന്ന് പറയുന്ന ഒരു നിയമം പാസ്സാക്കി. അത് ഏത് ഇന്റർനാഷണൽ സംഘടനയുടെ ഇൻസ്ട്രക്ഷനോട് ഒബ്ലിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നാണ് ഈ 12th question ഉദ്ദേശിച്ചിരിക്കുന്നത്. ഏത് സംഘടനയുടെ ഇൻസ്ട്രക്ഷൻ അനുസരിക്കാൻ വേണ്ടിയിട്ടാണ്? ILO ആണോ? ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ആണോ? അല്ല. IMF ആണോ? അല്ല. ഇത് ഏതാണ് സംഭവം? GI ടാഗ് നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ലോ ആണ്. ഓക്കെ, GI ടാഗ് ഒക്കെ വരുന്നത് ഏത് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് ബേസിക് ആയിട്ടുള്ള നോളജാണ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തപ്പം 2014, 15 അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വന്നിട്ടുള്ളത് ഒരു എളുപ്പമായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇപ്പം 2018 ഫസ്റ്റ് പാർട്ട് ഒരു പക്ഷേ കുറച്ച് പാടായിരുന്നിരിക്കാം, പക്ഷെ 2018 സെക്കൻഡ് പാർട്ടിൽ ചോദിച്ചിരിക്കുന്ന ഏകദേശം എല്ലാ ചോദ്യങ്ങളും തന്നെ വളരെ ഈസി ആയിട്ടുള്ളതാണ് കമ്പാരിറ്റീവ്ലി. ഓക്കെ, ഈ ചോദ്യമൊക്കെ വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് GI ടാഗ് ഒക്കെ ഏത് ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ILO അല്ല, IMF അല്ല, UNCTAD അല്ല. അതായത് ഇപ്പം ഇത് എന്താണ് ഡെവലപ്പിംഗ് നേഷൻസിന് വേണ്ടിയിട്ടുള്ള ഒരു UN ഏജൻസി, അപ്പോൾ അവർക്ക് എയ്ഡ് കൊടുക്കുക എന്നൊക്കെ പറയുന്നതാണ് ഇവരുടെ ഉദ്ദേശം. ഓക്കെ, അതുമല്ല ഈ GI ടാഗ് എന്ന് പറയുന്നത് അത് ഏതായാലും കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്കറിയാം. ഓക്കെ, അപ്പം UNCTAD അല്ല. 4ാമത്തെ ഓപ്ഷൻ ശരിയാണ്. WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഒബ്ലിഗേഷൻസിനോട് കംപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട GI ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസുമായിട്ട് ബന്ധപ്പെട്ട ലോ പാസ്സാക്കിയത്. ഓക്കെ, ഇപ്പം കൂടുതൽ കാര്യങ്ങൾ ഇത് വളരെ എന്താണ് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പം നമ്മുടെ എന്താ ഈ GI ടാഗ് എന്ന് പറയുന്നത് തന്നെ ഒരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇത് WTOയുടെ കീഴിൽ വരുന്നത്. അല്ലെങ്കിൽ തന്നെ അതൊരു കൊമേഴ്സുമായിട്ട് ഇപ്പൊ GI ടാഗ് എന്ന് പറയുന്നത് ഒരു കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ടേം ആണെന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് തന്നെ അത് ഏതുമായിട്ടായിരിക്കും ഇവിടെ ബന്ധപ്പെട്ടിരിക്കുക? അത് ഉറപ്പായിട്ടും WTO ആയിട്ടൊക്കെ ആയിരിക്കും. ഇപ്പൊ കേരളത്തിൽ നിന്ന് തന്നെയാണെങ്കിൽ എന്താ നമ്മുടെ വാഴക്കുളം പൈനാപ്പിൾ അല്ലെങ്കിൽ മറയൂർ ശർക്കര അതുപോലെയൊക്കെ GI ടാഗ് കൊടുക്കും. ഓക്കെ, അപ്പൊ അത് എന്താണ് ആ GI ടാഗ് ഒരു പ്രത്യേക പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് കിട്ടുന്ന ഒരു ജോഗ്രഫിക്കൽ ഏരിയ. ഓക്കെ, ആ ജോഗ്രഫിക്കൽ ഏരിയയിൽ നിന്ന് ഉള്ള പ്രൊഡക്റ്റ് ആണ് എന്നുള്ള ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റിനുണ്ട്. ഓക്കെ, അത് നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്ത് പ്രൊഡ്യൂസ് ചെയ്താണെങ്കിൽ ആ GI ടാഗ് കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ അതൊരു ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്. റൈറ്റ്. അപ്പൊ ആ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇപ്പം നമുക്ക് ട്രിപ്സ് എഗ്രിമെന്റ് ഒക്കെ അറിയാലോ. ഓക്കെ, അപ്പൊ ആ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ആരാണ് റെഗുലേറ്റ് ചെയ്യുന്നത്? അത് WTO ആണ്. ഓക്കെ, അപ്പം ഉറപ്പായിട്ടും ഈ 1999 ആക്ട് WTOയുടെ ഇൻസ്ട്രക്ഷനോട് നമ്മൾ കംപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാസ്സാക്കിയിട്ടുള്ളത്. ഓക്കെ, 12th question വളരെ ഈസി ആയിരുന്നു. അത് ഓപ്ഷൻ ഡി ആൻസർ. 13th one, കൺസിഡർ ദ ഫോളോയിങ് കൺട്രീസ്. ഇവിടെ ഒരു 6 കൺട്രീസ് തന്നിട്ടുണ്ട്. ഓസ്ട്രേലിയ, കാനഡ, ചൈന, ഇന്ത്യ, ജപ്പാൻ ആൻഡ് USA. വിച്ച് ഓഫ് ദ എബവ് ആർ എമംഗ് ദ ഫ്രീ ട്രേഡ് പാർട്ട്നേഴ്സ് ഓഫ് ആസിയാൻ? ആസിയാന്റെ മെമ്പേഴ്സ് ഏതാണെന്നല്ല ചോദിച്ചിരിക്കുന്നത്. ആസിയാനുമായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഉള്ള കൺട്രീസ് ഇതിൽ ഈ തന്നിരിക്കുന്ന 6 എണ്ണത്തിൽ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഏതൊക്കെയാണ്? ഓസ്ട്രേലിയക്ക് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഉണ്ട്. കാനഡയ്ക്കുണ്ടോ? കാനഡയ്ക്കില്ല. ചൈനയ്ക്കുണ്ട്, ഇന്ത്യക്കുണ്ട്, ജപ്പാനും ഉണ്ട്. US-നില്ല. അതായത് കാനഡയ്ക്കും US-നുമാണ്
ആസിയാനുമായിട്ട് ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഇല്ലാത്തത്. അങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാണ്? 2, 6 ഒഴിവാക്കിയിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. 1, 3, 4 and 5. ഇത് വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ചിലപ്പം എന്താണ് ആസിയാന്റെ മെമ്പേഴ്സ് എന്ന് വല്ലതും തെറ്റിച്ചാലെങ്കിലേ ഉള്ളൂ, അല്ലെങ്കിൽ ഇതൊക്കെ വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. 14th one. Consider the following statements. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, the quantity of imported edible oils is more than the domestic production of edible oils in the last 5 years. എന്താണ് എഡിബിൾ ഓയിൽസിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊക്കെ എക്കണോമിക് സർവേന്ന് അവർ എടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, എഡിബിൾ ഓയിൽസിന്റെ ഇമ്പോർട്ട് നമ്മുടെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷനേക്കാളും കൂടുതലാണ് എന്നാണ് സ്റ്റേറ്റ്മെന്റ് തന്നിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഓക്കെ, നമുക്ക് വളരെയധികം ട്രേഡ് ഡെഫിസിറ്റ് ഉള്ള ഒരു കുറെ കാലങ്ങളായിട്ട് ട്രേഡ് ഡെഫിസിറ്റ് വരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് എഡിബിൾ ഓയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലാസ്റ്റ് 5 years തന്നിരിക്കുന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ ഡെക്കറേഷന് വേണ്ടി തന്നിരിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ട്രേഡ് ഡെഫിസിറ്റ് എഡിബിൾ ഓയിലിന് ഉണ്ടെന്ന് അറിയെങ്കിൽ തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. റൈറ്റ്. In second statement, the government does not impose any customs duty on all the imported edible oils as a special case. Which of the statement given above are correct? അതായത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഗവൺമെന്റ് ഒരു കസ്റ്റംസ് ഡ്യൂട്ടിയും ഈ എഡിബിൾ ഓയിലിന്റെ പേരിൽ ചുമത്തുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് ശരിയാണോ? അല്ല. ഒന്നാമത് ഇവിടെ വളരെയധികം ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട് എഡിബിൾ ഓയിലിന്റെ കാര്യത്തിൽ. അങ്ങനെയാണെങ്കിൽ ആ ട്രേഡ് ഡെഫിസിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഉറപ്പായിട്ടും ശ്രമിക്കും. അപ്പൊ എന്ത് ചെയ്യും? എങ്ങനെയാണ് ട്രേഡ് ഡെഫിസിറ്റ് കുറയ്ക്കാൻ പറ്റുന്നത്? അതിന്റെ ഇമ്പോർട്ട് കുറച്ചുകൊണ്ട്. അപ്പൊ ഇമ്പോർട്ട് കുറയ്ക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കസ്റ്റംസ് ഡ്യൂട്ടി കൂട്ടണം. ഓക്കെ, അപ്പം കൂടുതൽ വില കൊടുക്കേണ്ടി വരും. റൈറ്റ്. അപ്പോൾ കസ്റ്റംസ് ഡ്യൂട്ടി ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി ഈയിടെ കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചിരുന്നു, അത് സത്യമാണ്. കാരണം എന്താ, ഇവിടെ ഇൻഫ്ലേഷൻ നമ്മുടെ കയ്യിൽ നിൽക്കാതെ വന്നപ്പോഴത്തേനും വില കുറയ്ക്കാൻ വേണ്ടിയിട്ട് കസ്റ്റംസ് ഡ്യൂട്ടി കുറച്ചു. എന്നാൽ പോലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 12% അടുത്തുണ്ട് കസ്റ്റംസ് ഡ്യൂട്ടി. റൈറ്റ്. അപ്പോൾ കസ്റ്റംസ് ഡ്യൂട്ടി ഒട്ടുമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏതായാലും തെറ്റാണ്. അങ്ങനെ വരുന്നിരിക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ മാത്രം ശരി. അപ്പോൾ ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 15th one. With reference to the governance of public sector banking in India, consider the following statements. നമ്മുടെ പബ്ലിക് സെക്ടർ ബാങ്കുകളുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഒന്നാമത്തേത്, ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ into public sector banks by the government of India has steadily increased in the last decade. Capital infusion പബ്ലിക് സെക്ടർ ബാങ്കിലേക്കുള്ള ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ അത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സ്ഥിരമായിട്ട് കൂടിയിട്ടുണ്ടെന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ഈ സ്റ്റെഡിലി ഇൻക്രീസ്ഡ് എന്നുള്ള വേർഡ് ഒഴിവാക്കി നിർത്തി കഴിഞ്ഞാൽ ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ കൂടിയിട്ടുണ്ട്, പക്ഷെ അത് സ്റ്റെഡിലി ഇൻക്രീസ് ചെയ്തിട്ടില്ല. കാരണം കോവിഡ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട വർഷം കോവിഡ് അല്ല, നമ്മുടെ ഈ പബ്ലിക് സെക്ടർ ബാങ്കുകളുടെ മെർജർ നടന്നു. ആ മെർജർ നടന്ന വർഷമൊക്കെ എന്താണ് 1 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിൽ ക്യാപിറ്റൽ ഇൻഫ്യൂഷൻ നടത്തുന്നത്. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള വർഷമൊക്കെ എന്താണ് 10,000 കോടിയിലേക്കൊക്കെ അത് താന്നു. ഓക്കെ, അപ്പൊ എല്ലാ വർഷവും സ്റ്റഡി ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ലാസ്റ്റ് ഇയറിൽ സ്റ്റഡി ആയിട്ട് ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് മനസ്സിലായി. ഈ ഒരു ടൈം കാരണം അത് തെറ്റിപ്പോയെന്ന് മനസ്സിലായി. Second statement, to put the public sector banks in order, the merger of associated banks with the parent State Bank of India has been affected. Right. എന്താണ് ചോദിച്ചിരിക്കുന്നത്? നമ്മുടെ പബ്ലിക് സെക്ടർ ബാങ്കുകൾ ഒന്ന് ഓർഡർ ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒന്ന് സ്ട്രീം ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് SBIയുടെ മെർജർ നടന്നു. ഓക്കെ, അതിന്റെ അസോസിയേറ്റ് ബാങ്കുകളുമായിട്ട് SBIയുടെ മെർജർ നടന്നു. അത് നടന്നു എന്നുള്ളത് ശരിയാണ് അല്ലെ? അപ്പം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പം SBT അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ, അങ്ങനെ എന്താണ് SBIയുടെ അസോസിയേറ്റ് ബാങ്കുകളെല്ലാം കൂടെ മെർജ് ചെയ്തു. ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റ് അതുകൊണ്ട് ശരിയാണ്. 2017 മെർജ് ചെയ്തു എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. അപ്പം എന്താണ്, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റിപ്പോയി, രണ്ടാമത്തെ മാത്രം ശരിയായതുകൊണ്ട് ഓപ്ഷൻ ബി. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാവും, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്തതിനേക്കാളും വളരെ എളുപ്പത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് 2018 സെക്കൻഡ് പാർട്ട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, anyway, 16th one, which one of the following statements correctly describes the meaning of legal tender money? ഇതൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. ക്ലാസ്സിലൊക്കെ എപ്പോഴും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഒരു ടൈമാണ് ലീഗൽ ടെൻഡർ മണി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അതിനെ കുറിച്ച് എന്താ ചോദിച്ചിരിക്കുന്നത്? ഓക്കെ, കറക്റ്റ്ലി ഡിസ്ക്രൈബ്സ്, അതായത് ജസ്റ്റ് ഡെഫിനിഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, വളരെ ഈസി ക്വസ്റ്റൻ ആണ്.
ലീഗൽ ടെൻഡർ മണിയുടെ ഡെഫിനിഷൻ ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ദ മണി വിച്ച് ഇസ് ടെൻഡേർഡ് ഇൻ കോർട്സ് ഓഫ് ലോ ടു ഡിഫറൈ ദ ഫീ ഓഫ് ലീഗൽ കേസസ്. അതായത് കോടതിയിൽ ഒക്കെ ബന്ധപ്പെട്ട ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഈ ലീഗൽ ടെൻഡർ മണി എന്ന് പറയുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. വളരെ തെറ്റാണ്. ഈ ലീഗൽ എന്നുള്ള വാക്കൊക്കെ കണ്ടുകൊണ്ടായിരിക്കും എന്താ ഇപ്പം ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ഒരു ഓപ്ഷൻ തന്നിരിക്കുന്നത്. പക്ഷെ ഇത് എക്കണോമിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായാൽ തന്നെ ഈ ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം എക്കണോമിക്സ് മുതലും കോർട്ട് ഫീസിന്റെ മറ്റൊരു മറ്റൊരു പേരൊന്നും ചോദിക്കത്തൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ അല്ല. ഇനി ഓപ്ഷൻ ബി, ദ മണി വിച്ച് എ ക്രെഡിറ്റർ ഈസ് അണ്ടർ കമ്പൽഷൻ ടു അക്സെപ്റ്റ് ഇൻ സെറ്റിൽമെന്റ് ഓഫ് ഹിസ് ക്ലെയിംസ്. ഇത് ശരിയാണ്. ഇതാണ് ലീഗൽ ടെൻഡർ മണി എന്ന് പറയുന്നത്. അതായത് ലീഗൽ ടെൻഡർ മണി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു രാജ്യത്ത് സർക്കുലേഷനിലുള്ള മണി എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ സർക്കുലേഷനിലുള്ള മണി ആണെങ്കിൽ ഒരു ക്രെഡിറ്റർക്ക് അദ്ദേഹത്തിന്റെ ഇടപാട് സെറ്റിൽ ചെയ്യുന്ന സമയത്ത് ആ ലീഗൽ ടെൻഡർ മണി അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഓക്കെ, അതാണ് ഈ ഓപ്ഷൻ ബി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ അത് ലീഗൽ ടെൻഡർ മണി ആണെങ്കിൽ ആ ക്രെഡിറ്റർക്ക് അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് അത് ഏത് ടൈപ്പ് ഓഫ് മണിയാണോ അതാണ് ലീഗൽ ടെൻഡർ മണി എന്ന് പറയുന്നത്. ഈ ലീഗൽ ടെൻഡർ മണിയുടെ ഒരു ഡെഫിനിഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ശരിയാണ്. ഓപ്ഷൻ സി, the bank money in the form of checks, draft, bill of exchange, etc. ഇത് ലീഗൽ ടെൻഡർ മണി അല്ല. കാരണം എന്താ, നമ്മൾ ഒരു ക്രെഡിറ്റർക്ക് സെറ്റിൽ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ അദ്ദേഹത്തോട് ചെക്ക് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അത് പണമായിട്ട് ആ നാട്ടിൽ സർക്കുലേഷനിലുള്ള പണമായിട്ട് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ അദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അതാണ് ഓപ്ഷൻ ബി പറയുന്നത്. പക്ഷെ അതേസമയം ചെക്കായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് ആയിട്ട് കൊടുക്കുക ഇതൊക്കെ അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. കാരണം എന്താ, ഇത് അവിടെ സർക്കുലേഷനിലുള്ള ഒരു മണിയല്ല. ഓക്കെ, സർക്കുലേഷനിലുള്ള മണി കൊടുത്താൽ മാത്രമേ നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യണമെന്ന് നിയമപരമായിട്ട് നിർബന്ധിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, ഇത് എന്താണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്കറിയാം ഡിമോണറ്റൈസേഷൻ വർഷം നടന്ന പരീക്ഷയിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പം അന്ന് ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ ലീഗൽ ടെൻഡർ മണി അതെങ്ങനെ ഒരു ഗവൺമെന്റിന് പെട്ടെന്ന് നിരോധിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ള ഡിബേറ്റ് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. ഓക്കെ, കാരണം അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഒരു ഷോപ്പിൽ നമ്മളൊരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സെറ്റിൽമെന്റ് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് RBI തന്നിരിക്കുന്ന മണി നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷെ ഗവൺമെന്റ് എന്ത് ചെയ്തു, അത് ലീഗൽ ടെൻഡർ മണി അല്ലാതെ ആക്കി. പെട്ടെന്ന് അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ അങ്ങനെ ആക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഡിബേറ്റ് ഒക്കെ നടന്നത് കൊണ്ടാണ്, ഹിന്ദുവിലൊക്കെ അങ്ങനെ ഒരുപാട് വാർത്തകളൊക്കെ വന്നുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ലീഗൽ ടെൻഡർ മണിയെ കുറിച്ച്. ഓക്കെ, എനിവേ ഈ ഓപ്ഷൻ സിയും തെറ്റാണ് നമ്മൾ കണ്ടു. ഇനി ഓപ്ഷൻ ഡി, ദ മെറ്റാലിക് മണി ഇൻ സർക്കുലേഷൻ ഇൻ എ കൺട്രി. സിമ്പിൾ ആയിട്ട് പറഞ്ഞത് കോയിൻ വേണമെങ്കിൽ നമുക്ക് പറയാം. മെറ്റാലിക് മണി ഇൻ സർക്കുലേഷൻ ഇൻ എ കൺട്രി എന്ന് പറഞ്ഞാൽ അതൊരു കോയിന്റെ ഒരു ഡെഫിനേഷൻ ആണ് അല്ലെ. കോയിനും ഒരു ലീഗൽ ടെൻഡർ മണിയുടെ ഫോം ആണെന്നേ ഉള്ളൂ. അല്ലാതെ എല്ലാ കോയിനും ലീഗൽ ടെൻഡർ മണിയുടെ ഡെഫിനേഷനിൽ പെടത്തില്ല. ഇതിപ്പം ഉദാഹരണം പറഞ്ഞിട്ട് ഇപ്പം സെറമോണിക്കായിട്ട് വേണ്ടിയിട്ട് നമ്മൾ ഇപ്പം 75 രൂപയുടെ അല്ലെങ്കിൽ 100 രൂപയുടെ അല്ലെങ്കിൽ 1000 രൂപയുടെ ഒക്കെ കോയിൻസ് നമ്മൾ 1000 രൂപയുടെ ഒക്കെ കോയിൻസ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ സെറമോണിക് പർപ്പസിന് വേണ്ടിയിട്ട്, അതൊക്കെ സർക്കുലേഷന് വിടാൻ വേണ്ടിയിട്ടല്ല. ഓക്കെ, അങ്ങനെ സർക്കുലേഷന് വിടാൻ അല്ലാത്ത കോയിൻസും കൂടെ ഈ കോയിന്റെ കാറ്റഗറിയിൽ പെടുന്നത് കൊണ്ട് ഓപ്ഷൻ ഡി നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം 1 രൂപയുടെ കോയിൻ അല്ലെങ്കിൽ 2 രൂപയുടെ 5 രൂപയുടെ 10 രൂപയുടെ വരെ കോയിൻ, ഓക്കെ, അത് മാത്രമേ ആയിട്ട് ഇവിടെ എടുത്തു പറയുമായിരുന്നെങ്കിൽ അത് ലീഗൽ ടെൻഡർ മണിയുടെ ഡെഫിനേഷനിൽ പെടുന്നതാണ്. കാരണം എന്താ, അത് സർക്കുലേഷനിലുള്ള മെറ്റാലിക് മണിയാണ്. ഓക്കെ, ഇപ്പം 1000 രൂപയുടെ മണി RBI ഇറക്കിയിട്ടുണ്ട്. ഓക്കെ, അത് പക്ഷെ സർക്കുലേഷനിലേക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, അത് സെറമോണിക് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമൊക്കെയാണ്. സർക്കുലേഷൻ ഇല്ലാത്തതുകൊണ്ട് അത് ലീഗൽ ടെൻഡർ മണിയുടെ ഡെഫിനേഷന് കീഴിൽ വരത്തില്ല. അതുകൊണ്ട് ഓപ്ഷൻ ഡിയും തെറ്റാണ്. 17th question. With reference to organic farming in India, consider the following statements. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, നാഷണൽ പ്രോഗ്രാം ഫോർ ഓർഗാനിക് പ്രൊഡക്ഷൻ അഥവാ NBOP is operated under the guidelines and directions of the Union Ministry of Rural Development. NBOP എന്ന് പറയുന്ന ഓർഗാനിക് ഫാമിങ്ങിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാം അത് യൂണിയൻ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റിന്റെ കീഴിലാണെന്നാണ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റാണ്. യൂണിയൻ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റിന്റെ കീഴിലല്ല NBOP വരുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ദ അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി അഥവാ APEDA functions as the secretariat for the implementation of NBOP. എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഈ APEDA എന്ന് പറയുന്ന അതോറിറ്റിയാണ് NBOP ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ സെക്രട്ടേറിയറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇത് ശരിയാണ്. NBOPയുടെ
ഒരു എക്സിക്യൂട്ടീവ് വിങ് ആണ് എന്ത് APED എന്ന് പറയുന്നത്. APEDക്കാരാണ് NBOP എന്ന് പറയുന്ന പ്രോഗ്രാം. ഇതൊരു പ്രോഗ്രാമാണ്. അത് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് APED എന്ന് പറയുന്ന ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അതോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ കണ്ടോ, ദ അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി. എക്സ്പോർട്ട് ഡെവലപ്മെന്റ്, എക്സ്പോർട്ട് എന്നൊക്കെ പറയുന്നത് മിനിസ്ട്രി ഓഫ് കൊമേഴ്സിന് കീഴിൽ വരുന്നതാണ് APEDA. ഓക്കെ, മിനിസ്ട്രി ഓഫ് കൊമേഴ്സിന് കീഴിൽ വരുന്നതാണ്. ഓക്കെ, APEDA എന്താണ് ചെയ്യുന്നത്? NBOP നടപ്പാക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ APEDA എവിടെയാണ്? മിനിസ്ട്രി ഓഫ് കൊമേഴ്സിന് കീഴിലാണ്. റൈറ്റ്. അപ്പോൾ NBOPയും ഓട്ടോമാറ്റിക്കലി ഏതിന്റെ കീഴിൽ വരണം? മിനിസ്ട്രി ഓഫ് കൊമേഴ്സിന് കീഴിൽ വരണം. റൈറ്റ്. അപ്പൊ ഇവിടുത്തെ തെറ്റ് മനസ്സിലായല്ലോ. ഇവിടെ തന്നിരിക്കുന്ന മിനിസ്റ്റർ ഓഫ് റൂറൽ ഡെവലപ്മെന്റ് അല്ല, മിനിസ്റ്റർ ഓഫ് കൊമേഴ്സിന് കീഴില്ല. ആ ആൻസറിലേക്ക് നമ്മൾ എങ്ങനെ എത്തിയത്? ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു വേർഡ് കണ്ടതുകൊണ്ട്. ഓക്കെ, ഇനി തേർഡ് വൺ, സിക്കിം ഹാസ് ബിക്കം ഇന്ത്യസ് ഫസ്റ്റ് ഫുള്ളി ഓർഗാനിക് സ്റ്റേറ്റ്. അത് വളരെ ശരിയാണ്. അപ്പോ രണ്ടാമത്തേതും മൂന്നാമത്തേതും ശരിയാണ്. ഓപ്ഷൻ ബി ആൻസർ. 18th വൺ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 18th വൺ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആർ ദ എയിംസ് ഓഫ് ഡിജിറ്റൽ ഇന്ത്യ? നമുക്ക് വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഡിജിറ്റൽ ഇന്ത്യയുടെ എയിംസ് ഏതൊക്കെയാണ്, അതിന്റെ ലക്ഷ്യം, ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത്, ഫോർമേഷൻ ഓഫ് ഇന്ത്യസ് ഓൺ ഇന്റർനെറ്റ് കമ്പനീസ് ലൈക്ക് ചൈന ഡിഡ്. അതായത് ചൈന ചെയ്തതുപോലെ ഇന്ത്യക്ക് സ്വന്തമായിട്ട് ഇന്റർനെറ്റ് കമ്പനി ഫോം ചെയ്യുക എന്നതാണ് ഡിജിറ്റൽ ഇന്ത്യയുടെ ഉദ്ദേശം എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? അല്ല, ഇപ്പൊ ചൈനയ്ക്ക് എന്താണ് ബൈഡു അല്ലെങ്കിൽ അലിബാബ പോലെയുള്ള ഇന്റർനെറ്റ് കമ്പനീസ് ഉണ്ട് സ്വന്തമായിട്ട്. പക്ഷെ അതുപോലെയാണോ ഇന്ത്യ നടക്കുന്നത്? ഇന്ത്യ നടക്കുന്നത് ഒരു മാർക്കറ്റ് ഡ്രിവൺ അപ്രോച്ച് ആണ്. ഓക്കെ, അപ്പം ഒരു കമ്പനി ഫോം ചെയ്യണമെങ്കിൽ അതിനെ റെഗുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്ന് മാത്രമേ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ അല്ലാതെ ഗവൺമെന്റ് ഈ മേഖലയിൽ പോയി ഒരു സ്വന്തമായിട്ടൊരു ഇന്റർനെറ്റ് കമ്പനി തുടങ്ങാം, ബൈഡു അല്ലെങ്കിൽ US ഗൂഗിൾ പോലെ ഇന്ത്യക്ക് സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങാം എന്ന ഉദ്ദേശത്തിൽ ഉണ്ടാക്കിയ ഒരു സ്കീം അല്ല ഈ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ഉദ്ദേശം ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്ന സ്കീമിന് ഇല്ല. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഒഴിവാക്കി. സെക്കൻഡ് വൺ, എസ്റ്റാബ്ലിഷ് എ പോളിസി ഫ്രെയിംവർക്ക് ടു എൻകറേജ് ഓവർസീസ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ദാറ്റ് കളക്ട് ബിഗ് ഡാറ്റ ടു ബിൽഡ് ദെയർ ലാർജ് ഡാറ്റ സെന്റേഴ്സ് വിത്തിൻ അവർ നാഷണൽ ജോഗ്രഫിക്കൽ ബൗണ്ടറീസ്. അതായത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ MNCs ഉണ്ടല്ലോ, MNCs മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ്, അത് കളക്ട് ചെയ്യുന്ന ബിഗ് ഡാറ്റ, അതായത് ഇപ്പോ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഗൂഗിൾ ഒക്കെ എടുക്കുന്ന നമ്മുടെ സെർച്ച് ഹിസ്റ്ററി, നമ്മുടെ ലൈക്ക്, ഷെയർ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മൾ ബിഗ് ഡാറ്റ എന്ന് പറയുന്നത്. റൈറ്റ്. ആ ബിഗ് ഡാറ്റ സൂക്ഷിക്കുന്ന ഡാറ്റാ സെന്ററുകൾ ലോക്കലൈസ് ചെയ്യുക. അതായത് നമ്മുടെ നാഷണൽ ജോഗ്രഫിക്കൽ ബൗണ്ടറീസിനുള്ളിലായിരിക്കണം ഈ ഡാറ്റാ സെന്റേഴ്സ്. നമ്മുടെ രാജ്യത്തെ ആളുകളുടെ ബിഗ് ഡാറ്റ, അവർ കളക്ട് ചെയ്യുന്ന ബിഗ് ഡാറ്റ സൂക്ഷിക്കുന്ന ഡാറ്റാ സെന്റേഴ്സുകൾ നമ്മുടെ നാഷണൽ ജോഗ്രഫിക്കൽ ബൗണ്ടറീസിനുള്ളിലായിരിക്കണം എന്നതാണ് ഡിജിറ്റൽ ഇന്ത്യയുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നതെന്നാണ് ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അത് തെറ്റാണ്. അങ്ങനെ ഒരു ഡിജിറ്റൽ ലോക്കലൈസേഷൻ അല്ലെങ്കിൽ ഡാറ്റ ലോക്കലൈസേഷൻ എന്നൊക്കെ പറയുന്നത് പിന്നീട് വന്നതാണ്. ഓക്കെ, ഇതിന്റെ എല്ലാം ഒരു അംബ്രല സ്കീം ആയിരുന്നു അത് ഡിജിറ്റൽ ഇന്ത്യ. ഡിജിറ്റൽ ഇന്ത്യയിൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഒരു ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ കൂട്ടുക അല്ലെങ്കിൽ അതൊന്ന് സ്ട്രീംലൈൻ ചെയ്തെടുക്കുക എന്ന് മാത്രമാണ് ഡിജിറ്റൽ ഇന്ത്യയുടെ ഉദ്ദേശം. ഓക്കെ, ഡിജിറ്റൽ അല്ലെങ്കിൽ ഡാറ്റ ലോക്കലൈസേഷൻ എന്ന് പറയുന്ന ഇൻഫ്രാസ്ട്രക്ചർ വഴി നമുക്ക് സാധ്യമാകുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അല്ലാതെ ഈ ഡാറ്റ ലോക്കലൈസേഷൻ ഡയറക്റ്റ്ലി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നോക്കുകയല്ലായിരുന്നു ഡിജിറ്റൽ ഇന്ത്യ വഴി ചെയ്യുന്നത്. അതുകൊണ്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മൂന്നാമത്തേത്, കണക്ട് മെനി ഓഫ് അവർ വില്ലേജസ് ടു ദ ഇന്റർനെറ്റ് ആൻഡ് ബ്രിങ് വൈഫൈ ടു മെനി ഓഫ് അവർ സ്കൂൾ, പബ്ലിക് പ്ലേസസ് ആൻഡ് മേജർ ടൂറിസ്റ്റ്. ഓക്കെ, ഇത് ശരിയല്ലേ? നമ്മുടെ വില്ലേജുകളെ ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുക, നമ്മുടെ പൊതുസ്ഥലങ്ങളെ, സ്കൂളുകളെ, പബ്ലിക് പ്ലേസുകളെല്ലാം വൈഫൈ ഹോട്ട്സ്പോട്ടുകളാക്കി മാറ്റുക. ഇത് അപ്പൊ എന്താകും? അത് നമ്മുടെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ആവും. ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നതാണ് എന്തിന്റെ ഉദ്ദേശം? ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്ന സ്കീമിന്റെ ഉദ്ദേശം. ഓക്കെ, അപ്പൊ മൂന്നാമത്തേത് വളരെ ശരിയാണ്. അപ്പൊ മൂന്നാമത്തേത് മാത്രം ശരിയായിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഇനി ഓപ്ഷൻ സി ആയിട്ട് ചിലപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും. അതായത് 2 and 3 ശരിയായിട്ട് നമുക്ക് ചിലപ്പോൾ തോന്നും. അതായത് നമ്മുടെ ഡാറ്റ ലോക്കലൈസേഷൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ ഇന്ത്യയുടെ ഒരു എയിമായിട്ടൊക്കെ നമുക്ക് ചിലപ്പം തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഡിജിറ്റൽ ഇന്ത്യയുടെ എയിം എന്ന് പറയുന്നത് നമ്മുടെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുക എന്ന് മാത്രമാണ്. ഓക്കെ, ആ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് സാധ്യമാവുന്ന ഒരു കാര്യം മാത്രമാണ് എന്ത്? ഈ ഡാറ്റ ലോക്കലൈസേഷൻ എന്ന് പറയുന്നത്. അല്ലാതെ അത് നമ്മുടെ ഒരു ഡയറക്റ്റ് എയിം അല്ല. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഹ്യൂമൻ ക്യാപിറ്റൽ
formation as a concept is better explained in terms of a process which enables, അതായത് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഒരു ഡെഫിനിഷൻ ആണ് തന്നിരിക്കുന്നത്. അതിൽ ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞത്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഇൻഡിവിജ്വൽസ് ഓഫ് എ കൺട്രി ടു അക്യുമുലേറ്റ് മോർ ക്യാപിറ്റൽ, അതായത് ഒരു രാജ്യത്തെ ആളുകൾ കൂടുതൽ ക്യാപിറ്റൽ, മൂലധനം അക്യുമുലേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. അത് തെറ്റല്ലേ? മോർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫിസിക്കൽ ക്യാപിറ്റലും ഉൾപ്പെടും. ഓക്കെ, അപ്പൊ ഫിസിക്കൽ ക്യാപിറ്റൽ ഫോം ചെയ്യുന്നതിനെയാണോ നമ്മൾ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത്? അല്ല. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തേത്, ഇൻക്രീസിംഗ് ദ നോളജ്, സ്കിൽ ലെവൽസ് ആൻഡ് കപ്പാസിറ്റീസ് ഓഫ് ദ പീപ്പിൾ ഓഫ് ദ കൺട്രി. അത് ശരിയല്ലേ? ആക്ച്വലി അത് തന്നെയാണ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത്. ഒരു രാജ്യത്തെ സിറ്റിസൺസിന്റെ നോളജ്, അവരുടെ സ്കിൽ ലെവല്, കപ്പാസിറ്റി, ഇതെല്ലാം ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ എന്താ പറയുന്നത്? ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. മൂന്നാമത്തേത്, അക്യുമുലേഷൻ ഓഫ് ടാഞ്ചിബിൾ വെൽത്ത്. അത് തെറ്റാണ്. എന്താണ് ടാഞ്ചിബിൾ വെൽത്ത്? എന്താണ്? നമുക്ക് കാണാൻ പറ്റുന്ന, അതായത് ഇപ്പൊ ഫാക്ടറീസ്, അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ക്യാപിറ്റൽ, റോഡുകൾ, എയർപോർട്ടുകൾ, അങ്ങനെയുള്ള ഇപ്പം ഈവൻ മണി പോലും. ഓക്കെ, അങ്ങനെയുള്ള ടാഞ്ചിബിൾ വെൽത്ത് അക്യുമുലേറ്റ് ചെയ്താൽ അത് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ആവും. അവിടെ ഏതെങ്കിലും തരത്തിൽ ഈ നോളജ്, സ്കില്ല് അതൊക്കെ കൂടുവോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നാലാമത്തേത്, അക്യുമുലേഷൻ ഓഫ് ഇൻടാഞ്ചിബിൾ വെൽത്ത്. അത് ശരിയാണ്. ഉദാഹരണത്തിന് നമ്മുടെ നോളജ്, അത് ഇൻടാഞ്ചിബിൾ അല്ല, നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എഡ്യൂക്കേഷൻ കൂടുക എന്ന് പറയുന്നത് അത് നമുക്ക് ഏതെങ്കിലും കാണാനായിട്ട് പറ്റുമോ? ഇല്ല. ഓക്കെ, അപ്പം അക്യുമുലേഷൻ ഓഫ് ഇൻടാഞ്ചിബിൾ വെൽത്ത് എന്ന് പറയുന്നത് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷന്റെ ഡെഫിനേഷനിൽ വരുന്നതാണ്. ഓക്കെ, അപ്പം ഏതൊക്കെയാണ് നമ്മൾ ശരിയാണ് കണ്ടത്? രണ്ടാമത്തേതും നാലാമത്തേതും ശരിയാണ്. അപ്പോൾ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 2 and 4 ആർ കറക്റ്റ്. റൈറ്റ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 2018 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തു. അതിന്റെ ആദ്യത്തെ പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ അത് അവൈലബിൾ ആയിരിക്കും. അതുകൂടി കണ്ടതിന് ശേഷം ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യുക. അതായത് ആദ്യത്തെ പാർട്ടിലാണ് നമുക്ക് കുറെ കൂടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ചോദ്യത്തിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് എന്താണ് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ എണ്ണവും കൂടുന്നുണ്ടെന്ന് നമുക്ക് എന്താണ് ഈ 2018 ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായി. ഇപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടുതലും എന്താണ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാണ്ടായിരിക്കും സാധ്യത കൂടുതൽ. ഓക്കെ, അപ്പം ഈ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്, കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ അക്കാഡമിയുടെ ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതിയാവും. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ 2019 എക്കണോമിക്സിന്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം.